ഇതാണ് റോയ്. ഇവൻ ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവൻ ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അയാൾ പാർക്കിങ്ങിൻ്റെ ഒരു സ്ഥലത്തായിട്ടുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് പണി കൊടുക്കുന്നത്. അതൊരു ഓൾഡ് മാൻ്റെ വീടാണ് കേട്ടോ. ഭയങ്കര കച്ചറായിട്ട് കുറേ കാലങ്ങളായിട്ട് വൃത്തിയാക്കാത്ത ഒരു സ്ഥലം. അപ്പോൾ എനിക്ക് അവിടെയാണ് പണി കൊടുക്കുന്നത്. അപ്പോൾ ഓനെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഒരു പെണ്ണ് നോക്ക് ചെയ്തിട്ട് വന്നിട്ട് അങ്കിൾ നിങ്ങൾക്കുള്ള ഫുഡ് ഇതാന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ ഈ പെണ്ണാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ അങ്കിൾ കളിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ താരി എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണോ എനിക്ക് മനസ്സിലാവണേ ഇവള് ബ്ലൈൻഡാണ്. അങ്ങനെ ഇവള് ഡ്രാമ കാണേണ്ട കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളൊന്നും മുണ്ടുന്നില്ല. അപ്പോൾ ഇവൾക്ക് മനസ്സിലാവുകയാണ് ഇത് ഓൾ അങ്കിളല്ലാന്ന് വിചാരിച്ചിട്ട് ഓൾ ആ കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു വാങ്ങിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഭയങ്കര മഴ ചെയ്യുന്ന ഒരു ടൈമിന് അതുകൊണ്ട് ഓൻ തിരിച്ചു വിളിക്കും. മഴ മാറിയിട്ട് പോകാമെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ രണ്ടാൾ നിന്നിട്ട് ഡ്രാമ കാണും. ഓളാണെങ്കിൽ ഡ്രാമയിൽ കിടക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഓൾ തിരിച്ചു പോകുമ്പോൾ ചെടിയിൽ എന്തായാലും വെള്ളം വയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കൊടുത്തിട്ട് പോകും. അങ്ങനെ പിറ്റേ ദിവസം ഓൾ ജോലിക്കെത്തും. ഓളൊരു കോൾ സെൻറ്റർ ഓഫീസറായിരിക്കും. പക്ഷേ ഓളെ ബോസ്സാണെങ്കിൽ ഓളൊരു ബാഡ് ടച്ചിൽ അങ്ങനെ ആ ഒരു മാരിക്കായിരിക്കും കണ്ടാവുക. അങ്ങനെ കാണുമ്പം നമ്മുടെ റൂയി ഓൻ്റെ ബോക്സിങ് ക്ലബ്ബൊക്കെ വന്നിട്ടായിരിക്കും. എന്തിനാ വെച്ചാൽ സോറി ചോദിക്കാൻ എന്തോ ഒരു പ്രശ്നം മുന്നേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ബോസ്സാണെങ്കിൽ ഇവിടുത്തെ കോച്ചാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവന് കുറേ ആയിട്ട് ബോക്സിങ് ക്ലബ്ബൊക്കെ വന്നിട്ടില്ല. എങ്ങനെ ഇവനെ ബോക്സിങ്ങിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ മോനെ ഇനിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ പിറ്റേ ദിവസം ആൾക്കാർ വന്നിട്ട് ഡ്രാമ ആണായിരിക്കും. അപ്പോഴായിരിക്കും റൂയിയുടെ ഷൂസ് ഭയങ്കര നനഞ്ഞിട്ട് ഒരുമാതിരി സ്മെല്ലടിക്കുന്നുണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്താ എന്നൊക്കെയുള്ള രീതിക്ക് നിൽക്കുമ്പോൾ ഓനിക്ക് എന്തോ ഒരു നാണക്കേട് തോന്നിയിട്ട് പിറ്റേ ദിവസമാണ് പുതിയ ഷൂസ് ഇട്ടിട്ടായിരിക്കും നിൽക്കുക. അത് നമ്മൾ അക്കാരിക്കും മനസ്സിലാവുന്നുണ്ടാവും. വിച്ച് മീൻസ് റൂയിക്ക് അക്കാരിനോട് സ്പാർക്ക് തോന്നിയാണ്. അങ്ങനെ ഓൾ തിരിച്ചു പോണ നേരത്ത് ഓൾ ഒരു വണ്ടി ചെറുതായിട്ട് തട്ടിയിട്ട് ഓൾ അവിടെ പോകും. അതുകൊണ്ട് തന്നെ റൂയി കൂട്ട ചെല്ലും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ചോദിക്കും നിൻ്റെ പേരെന്താ പറഞ്ഞില്ല ചോദിക്കുമ്പോൾ ഓനൊന്നും മുണ്ടൂല. അപ്പോൾ ഓളൊരു ഫെസ്റ്റിവലിനുള്ള ടിക്കറ്റ് കൊടുത്തിട്ട് പറയും എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒരു കുട്ടി പോയിക്കോ, എൻ്റെ ഫ്രണ്ട്സൊന്നും ഇപ്പോൾ വില്ലിങ് എല്ലാം അറിയുമ്പോൾ അതിനിപ്പോൾ നമുക്ക് ഒപ്പം പോകാമല്ലോ പറഞ്ഞിട്ട് അതിന് പിറ്റേ ദിവസം ഒരു രണ്ടാളും ഇതേപോലെ ഒപ്പം പോകും. ഒരു ഫുഡ് കഴിക്കും, ഡിന്നർ കഴിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓൾ പറയും ഞാൻ അച്ഛനമ്മ മരിക്കണതിന് മുന്നേ എപ്പോഴും ഇങ്ങോട്ട് വരുമായിരുന്നു, ഒരു മരിച്ചതിന് ശേഷം ആദ്യ ദിവസമാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെയും ചോദിക്കും ഇങ്ങനെ ഓനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് തിരിച്ചു വരുമ്പോൾ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നിയിട്ട് പറയും ആൻ്റോണിയോ സിനോസോക്കി റൂയി എന്നാണ്. പിന്നെ എനിക്ക് 24 വയസ്സാണെന്ന് പറയും. എന്നിട്ട് പറയും എൻ്റെ പാസ്റ്റ് ഭയങ്കര ബാഡാണ്, സോ അതിനെക്കുറിച്ച് വർത്താനം പറയുന്നില്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറയുമ്പോൾ അക്കാരിക്ക് എന്തോ മറിയായിട്ട് സോറി പറയും. അങ്ങനെ പിറ്റേ ദിവസം അക്കാരി ഓള് ബോസിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബോസ് ഓൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ഓള് ബ്ലൈൻഡ് ആയതുകൊണ്ട് തന്നെ ഓള് ഓരോന്നും ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേനും ഓളെ ഫ്രണ്ട് കറക്റ്റ് ടൈമിന് വന്നിട്ട് ഓളെ രക്ഷിക്കും. എനിക്കൊരു കസ്റ്റമറിൻ്റെ കോൾ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ റൂയിയുടെ അടുത്തേക്ക് കോച്ചും ഫ്രണ്ടും വന്നിട്ട് ക്ലബ്ബിക്ക് പിന്നെയും കയറാൻ വേണ്ടിയിട്ട് പറയണം. അതിലവൻ പറയും ഞാൻ കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ജയിലിലായിരുന്നു എന്ന് പറയും. പിന്നെയാണ് ഓൻ്റെ ഫ്ലാഷ് ബാക്ക് ഓന് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത്. ഓന് ഒരു ഇല്ലീഗലായിട്ട് ഇത് അണ്ടർഗ്രൗണ്ടിൻ്റെ ചോട്ടിൽ ചെയ്യുന്ന ഒരു ബോക്സർ ചെയ്യുന്നു. അത് ഒരു ഗാങ്സ്റ്ററിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിട്ട് തന്നെ ആളായിട്ട് അങ്ങനെ ഓരോ പൈസക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊല്ലാനൊക്കെ തുടങ്ങുക. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഓനൊരു ഓർഫനേജിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഒരു സിസ്റ്ററിനെ കണ്ടിട്ട് ആ സിസ്റ്ററിനോട് പറയണേ ഞാൻ എൻ്റെ പേര് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാ എനിക്ക് നല്ല പേരാലോ ഇത് മാറ്റൊന്നും വേണ്ട എന്നിട്ട് ഈ ഓർഫനേജിലത്തെ ആൾക്കാരുണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ കാണിക്കുന്ന ആൾക്കാർ വീട്ടിൽ എത്തിയപ്പോൾ ബോസ് ഓളെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. അങ്ങനെ ബോസ് ഉള്ളിൽ കയറിയിട്ട് നോക്കുമ്പോൾ ഓൾ ആ ഗിഫ്റ്റ് പൊട്ടിച്ചിട്ടും കൂടിയില്ല. അങ്ങനെ ആ ഗിഫ്റ്റിൻ്റെ അകത്ത് ഒരു നെക്ലേസ് ആയിരിക്കും. ബോസ് അത് ഇട്ട് കൊടുത്തിട്ട് ഓളോട് ഭയങ്കര ബാഡായിട്ട് ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ ഓള് നിന്ന് കൊടുക്കണില്ല കണ്ടപ്പോൾ ദേഷ്യത്തിൽ ഓളെ കൊണ്ട് പിടിച്ച് ചെയ്യിപ്പിക്കാൻ നോക്കുമ്പോഴായിരിക്കും നമ്മളെ റൂയി വരുന്നത്. റൂയി ഒരു ബോക്സറായതുകൊണ്ട് തന്നെ അയാൾ ഇടിച്ച് പണിക്കണം. അതിൽ അക്കാരായിരുന്നു എന്തിനാണ് ചെയ്തത്, ഇക്ക് ഇനിയിപ്പോൾ അയാളിനെ എന്തായാലും പിരിച്ചുവിടും, ഞാൻ പിന്നെ ഇനി എന്ത് ജോലിക്കാണ് പോകാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യവും സങ്കടം വരും. എന്നിട്ട് അയച്ചിട്ട് ചെന്ന് നിന്ന് കൊടുക്കാച്ചിട്ട് എന്നടി എന്ന് പറഞ്ഞിട്ട് ഓനങ്ങോട്ട് പോകും. അതിൻ്റെ ശേഷം കുറേ ദിവസമായിട്ട് ഒരു കാണുകയൊന്നും ചെയ്തിരുന്നില്ല. റൂയി എന്തോ ഓളെ കാത്തു നിൽക്കോളും ഇപ്പോൾ വരും വരിച്ചിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം അക്കാരി വന്നിട്ട് പറയും ഞാൻ എൻ്റെ ജോബ് ഒഴിവാക്കി ഇതിനെ കടലിൽ അവിടേക്കൽ കൊണ്ടുപോകുമെന്ന് ചോദിക്കുമ്പോൾ ഓനെ നേരെ കൊണ്ടുപോകും. അങ്ങനെ പോലെ അന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, കുറേ വർത്താനം പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ റൂയി പറയും ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ ഓർമ്മ വരുന്നത്. കാരണം എനിക്ക് അമ്മയുടെ മുഖമൊന്നും ഓർമ്മയില്ല, പക്ഷേങ്കിൽ അന്നൊരു ദിവസം അമ്മ ഇനിയും കൂട്ടിയിട്ട് നടുക്ക് പോയി. പക്ഷേങ്കിൽ അമ്മനെയും കൊല്ലണം വെച്ചിട്ടായിരുന്നു. പക്ഷേങ്കിൽ അമ്മ മാത്രമേ മരിച്ചുള്ളൂ, ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും. അങ്ങനെ ആൾക്കാർ പറയും എനിക്ക് സി ഗ്ലാസ്സസ് വേണമെന്ന് പറയും. അങ്ങനെ അവന് സി ഗ്ലാസ്സസ് എടുത്ത് കൊടുക്കുമ്പോൾ
ഓള് പറയും ഈ സി ക്ലാസ്സസ് ഉള്ളവരെ ഹേർട്ടൊക്കെ ഭയങ്കര പ്യുവറായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ അടുത്ത് കൊടുക്കും. അപ്പോൾ ഓനും ഭയങ്കര മോട്ടിവേറ്റ് ആയിട്ട് ഓൻ പിറ്റേ ദിവസം ക്ലബ്ബിൽ പോയിട്ട് ഭയങ്കര അടിയൊക്കെ. അങ്ങനെ റോയി ആണെങ്കിൽ കുറേ പണി അതും ഇതൊക്കെ ആയിട്ട് ചെയ്തിട്ട് ഓൾക്ക് വേണ്ടിയിട്ടൊരു ഡോഗിനെ വാങ്ങിച്ചു കൊടുക്കണം. ആ ഡോഗിയുടെ പേരാണ് സുക്കു. അങ്ങനെ റൂയി പിന്നെയും ബോക്സിങ്ങിന് ചെല്ലുകയാണ്. അങ്ങനെ ഓൻ്റെ ആ പഴയ മാഫിയ ബോസ് വന്നിട്ട് പറയണം ഇജിക്ക് വേണ്ടിയിട്ട് ഇനി ജോലി ചെയ്യണം പറയുമ്പോൾ ഇല്ല പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഓൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അച്ഛൻ്റെ അമ്മേൻ്റെ സെമിത്തേരിക്ക് പോവാണ്. അവിടെ പോകുമ്പോൾ പറയും 4 കൊല്ലം മുന്നേ എൻ്റെ അമ്മയും അച്ഛനും മരിച്ചതാണ് പറയും. അപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ റൂയി പൈസക്ക് വേണ്ടിയിട്ട് അയാളങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പോലീസ് വരും. അപ്പോൾ അതിനെ പേടിച്ചിട്ട് ഇയാൾ മീതെ തീ കത്തിച്ചിട്ട് താഴത്തേക്ക് ചാടും. അത് നേരെ ചാടിയിട്ടുണ്ടാവുക നമ്മുടെ അക്കാരിയുടെ പാരൻസ് ഓടിച്ചിന്ന് വണ്ടിയുടെ മുമ്പിലേക്കായിരിക്കും. ആ ഒരു ആക്സിഡൻറ്റിൽ അക്കാരിയുടെ അമ്മയും അച്ഛനും മരിക്കുകയും ചെയ്യും, ഇവളുടെ കാഴ്ച പോവുകയും ചെയ്യും. ഇതേ കാരണം കൊണ്ടാണ്, അതായത് ഈ ചങ്ങായി മേത്തിനെ സ്വന്തമായിട്ട് തന്നെ തീയിട്ടിട്ട് ചാടിയതാണ്. പക്ഷേങ്കിൽ ഇവൻ കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇവനക്ക് വരുന്ന 3.5 കൊല്ലം ഓൻ നിൽക്കേണ്ടി വരാണ് ജയിലിൽ. അങ്ങനെ റൂയി വീട്ടിൽ ചെന്നപ്പോൾ അക്കാരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അക്കാരിയും റൂയി ഇടയ്ക്കൊക്കെ ഒപ്പാണ് താമസിക്കലുള്ളത്. അതിന് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവും ഓള് ഹോസ്പിറ്റലിലാണ് പറയുമ്പോൾ ഓൾ ട്രീറ്റ്മെൻറ്റിന് വന്നതായിരിക്കും. ഓളുടെ ഹേർട്ടിന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട്. അപ്പോൾ ഡോക്ടർ പറയും വലിയ പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് മാറും എന്ന് പറയും. അങ്ങനെ ഓന് സിസ്റ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ ആരുടെ അടുക്കണോ ഓൾക്കൊക്കെ ബാറ്റിലൊക്കെയാണോ പറയുമ്പോൾ ആദ്യം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് ആവല്ലേ പറയും. അങ്ങനെ റൂയി അക്കാരിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്കൊരു ഐ മാറ്റണം എന്ന് പറയുമ്പോൾ അവൾ പറയും ഇനിയിപ്പോൾ എന്തിനാ മാറ്റിയിട്ട് എൻ്റെ അച്ഛനെ അമ്മനെയും കാണാൻ പറ്റില്ലല്ലോ പറയും. അപ്പം പറയും അച്ഛനെ അമ്മനെയും കാണാൻ പറ്റില്ലല്ലോ, നിനക്കുണ്ടാവും പോണ കുട്ടികളെ കാണാൻ പറ്റില്ല പറയുമ്പോൾ ഓളും മോനെ ഓക്കെ പറയും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഓളെ വീടിൻ്റെ മുന്നത്തെ ഡോറിൽ ഗാങ്സ്റ്ററിൻ്റെ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ടാവും. അതിലും പെട്ടെന്ന് ഗാങ്സ്റ്ററിൻ്റെ എത്തിച്ചെല്ലുന്നിട്ട് പറയും ഞാനും ഓളും കൂടി ബ്രേക്കപ്പ് ആയിക്കണമെങ്കിൽ ഓളെ ശല്യം ചെയ്യരുത്, എനിക്കിനിപ്പോൾ ഞാൻ ഫൈറ്റ് ആയാലോ വേണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യാം, പക്ഷേ പൈസ ഫസ്റ്റ് തന്നെ വേണം പറയും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഈ ചങ്ങായി ഇയാൾക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട് വന്നിട്ട് ചൂട് വെച്ച് പിന്നെ ആ ഗാങ്സ്റ്ററിന് വേണ്ടി ജോലി എടുക്കാൻ പോവാണോ. അങ്ങനെ റൂയി അക്കാരിനെ കാണാൻ വേണ്ടി ചെല്ലും. എന്നിട്ട് ഓളെ വീട്ടിൽ ചെന്നിട്ട് ഓൾ തമ്മിലുണ്ടായിരുന്ന ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കത്തിച്ച് കളയും. കാരണം എന്താ വെച്ചാൽ ഇവനിപ്പോൾ ഒരു ഡെഡ്ലി ഫൈറ്റിനാണ് പോണത്, ഇനി തിരിച്ചു വരുന്നൊരു ഉറപ്പുമില്ല. പിന്നെ ബോസ് പറയും ഇനി മറക്കണ്ട ഇത് ലാസ്റ്റത്തെ ഫൈറ്റായിരുന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓനെ പറഞ്ഞേക്കുന്നത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഓൻ്റെ ഓപ്പോണൻ്റ് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബോസിൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഓനിതിൽ മരിക്കണം തന്നെയാണ്. പക്ഷെ ഓന് ഒറ്റയിടിക്ക് മുഖത്തേക്ക് ഇടിച്ചോണ്ടേ അയാളൊന്ന് മയങ്ങും. അങ്ങനെ ഓൻ ജയിക്കുകയും ചെയ്യണം. അങ്ങനെ ഓന് പൈസ കൊടുത്തിട്ട് പറയും ഇത് ഓളെ കണ്ണ് ശരിയാക്കണതിന് കൊടുക്ക്, അതിൻ്റെ കൂടെ ഞാൻ ഒരു ചങ്ങായിനെ ഞാൻ കൊന്നില്ലേ അയാളെ വൈഫിനും കൊടുക്കുന്ന. അങ്ങനെ അക്കാരിയുടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നി. അങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ റൂയി അതിൽ ജയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഗാങ്സ്റ്റർ ഓനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി ഇടിപ്പിക്കും. പിന്നെ തലയ്ക്ക് നല്ല ഇടിക്കും ചെയ്യണം. അക്കാരെ എനിക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ്, കാരണം ഓൾക്ക് കാണണമെന്നുണ്ട് നമ്മൾ റൂയി എങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഓൾക്കൊരു കൊറിയർ വരും. എന്നിട്ട് അതിലെന്തുണ്ടാവുക വെച്ചാൽ ആ സ്കഞ്ചീസ് ആയിരിക്കും. അങ്ങനെ ഓള് അതുണ്ടാക്കിയ സ്ഥലത്തേക്ക് ചെല്ലും, അതായത് ഈ ചർച്ചയ്ക്ക്. അപ്പോൾ പറയും ഓന് ഭയങ്കര ഗിൽറ്റിലായിരുന്നു, എൻ്റെ അച്ഛനെയും അമ്മനെയും കൊന്നു തോന്നാന്ന് വിചാരിച്ചിട്ട് പറയും. അത് കിട്ടിയോൾക്കാകെ സങ്കടമായിട്ട് ഓള് വീട്ടിൽ ചെന്നിട്ട് ഓൻ്റെ മാർക്കത്തൊരു ശില്പം ഉണ്ടാക്കാൻ നോക്കും. കാരണം ഓള് ഫേസിൽ ടച്ച് ചെയ്തൊക്കെ വെച്ചിട്ട്, പക്ഷെ ഓൾക്ക് വയ്ക്കൂല. അങ്ങനെ 2 കൊല്ലം കഴിയും. അങ്ങനെ ഓളൊരു ഇൻറ്റീരിയർ ഷോപ്പ് ഓപ്പൺ ചെയ്യും. അതിൻ്റെ പേര് ആൻറ്റോണിയോ, അതായത് നമ്മുടെ റൂയിയുടെ പേര്. പിന്നെ ഓൾ അതിൻ്റെ കൂടെ ഒരു പാർട്ട് ടൈം ആയിട്ട് നഴ്സിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരങ്ങനെ ശുശ്രൂഷിക്കാൻ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ റൂയിനെയും ഓളനെയൊക്കെ ശുശ്രൂഷിക്കുന്നുണ്ടാവുക. അങ്ങനെ അവൾ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് പെട്ടെന്ന് മനസ്സിലായില്ല, കാരണം എനിക്ക് നല്ല ഇടി കിട്ടിയിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട്, പക്ഷേ എനിക്ക് നല്ലപോലെ മനസ്സിലാവില്ല. അങ്ങനെ തിരിഞ്ഞ് ഓണെ മസാജൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഓൻ്റെ കയ്യിൽ സി ക്ലാസ്സസ് ഉണ്ടാവും. പക്ഷേ ഓൾ ചോദിക്കുമ്പോൾ അതാണെങ്കിൽ കാണിച്ചു കൊടുക്കണില്ല. അങ്ങനെ ഓൾ തിരിച്ച് പോകുമ്പോൾ ഓനെ കരയണമായിരിക്കും. അങ്ങനെ കുറച്ച് മാസം കഴിയുമ്പോൾ നമ്മുടെ റൂയി കുറച്ചുകൂടി റെഡി ആവും. അങ്ങനെ ഒരു ദിവസമായിരിക്കും ഓന് ആൻറ്റോണിയോ പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ട്. അപ്പോൾ എന്താ വിചാരിച്ചിട്ട് ഉള്ളിൽ കയറി നോക്കുമ്പോൾ അവിടെ കുറേ ചെടി ഉണ്ടാവും. അതിൽ ഓനൊരു ചെടി കാണും. അത് അക്കാരി തന്നെ വെള്ളം ഒഴിക്കണം പറഞ്ഞ ചെടിയായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ ഓനൊരു മ്യൂസിക് ബോക്സ് കാണും. അത് ഓൻ കൊടുത്ത മ്യൂസിക് ബോക്സ് ആയിരിക്കും. അതൊന്ന് തുറന്നു നോക്കിയിട്ട് ഓൻ ഇങ്ങനെ കരയും. അതിൽ മറ്റേ പെണ്ണ് എന്താ പോകാൻ കരയണമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴേക്കും ഓൻ പൂണെ വഴിക്ക് പട്ടി വരും. ആ പട്ടി പറഞ്ഞാൽ അന്ന് ഓൻ കൊടുത്തില്ലേ സുക്കു, അതായിരിക്കും. അപ്പോൾ പട്ടിക്കെല്ലാം അതിന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എന്താ ഇതിങ്ങനെ പട്ടി ഇങ്ങനെ കുരക്കണം, ഇയാളിപ്പോൾ മറ്റേതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഓൾ വീട്ടിലേക്കല്ല ആ ഷോപ്പിലേക്ക് വരുമ്പോഴായിരിക്കും ആ ചെടി കൊണ്ടുപോയിട്ടുണ്ടാവും. അവന്മാർക്ക് തന്നെ മ്യൂസിക് ബോക്സ് തുറന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പെണ്ണ് പറയും എന്താ അറിയില്ല ചങ്ങായി ഇങ്ങനെ കരയുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഓൾക്ക് മനസ്സിലാവും. അതിൽ ഓളിങ്ങനെ തിരിച്ചു വന്നിട്ട് ഓനെ കുറേ തപ്പും, പക്ഷെ കാണാത്തതുകൊണ്ട് തന്നെ ഓൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും.
അങ്ങനെ കാണുന്നത് നമ്മുടെ റൂയി ഓൻ്റെ അമ്മ എങ്ങനെയാണോ മരിച്ചത് അതുമാതിരിക്ക് മരിക്കാൻ വേണ്ടി വന്നേക്കായിരിക്കും. അതിൽ ബാക്ക് എന്ന് പറയും അല്ല ഇപ്പം തന്നെ വേണോ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഉറക്കനായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കും. അതിലൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് ഓൾ രണ്ടാളും സെറ്റ് ആവണ കാണിച്ചിട്ടാണ് ഈ മൂവി കഴിയുന്നത്. ഇഷ്ടമായി വിചാരിക്കണം. ഇഷ്ടമായ സബിയ.